കെട്ടി ചാടി രക്ഷിച്ചു എന്നൊക്കെ ആ ഡ്രൈവറോട് വീം പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ ഡ്രൈവറാന്ന് വിചാരിച്ച് അവര് ഓരോന്ന് പറഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഉടനെ അങ്ങ് കയറി വിസ്തരിച്ച് വിളമ്പിയല്ലേ? സത്യത്തിൽ നിന്നെ കിണറ്റിന്ന് രക്ഷിച്ചു എന്നുള്ളത് നേരാണോ? ചുമ്മാ പുളു. പുളുവാ? പിന്നല്ലാതെ. ചങ്കി കുത്തുന്ന വർത്തനം പറയല്ലേ പൊന്നു. പൊന്നു 3 പഠിക്കുമ്പോഴാ സംഭവം. ഞാനന്ന് 5ലാ. പൊന്നു കൂട്ടുകാരികളുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ അവരുമായിട്ട് വഴക്കിട്ട് കാല് തെറ്റി പട്ടേരിപ്പടത്തെ പൊട്ടക്കണ്ടിൽ വീണു. വാച്ചു വാച്ചു എന്ന് വിളിച്ച് കരഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നുണയാണെങ്കിൽ വാസുവേട്ടനോട് ചോദിച്ചോളൂട്ടാ. ആരാ വാസുവേട്ടൻ? അത് പൊന്നുന്റെ അച്ഛന്റെയും എന്റെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ടന്റാ. ഇത് കണ്ട കുട്ടിക്കാലത്തെ ഫോട്ടോ സ്കൂളിൽ പഠിക്കുമ്പോ എടുത്തതാ. ചെറുപ്പത്തിൽ നീ ഒരു തക്കടായിരുന്നല്ലേ? ഇതൊക്കെ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാ? അത് പിന്നെ പൊന്നുന് തരാന്ന് വെച്ച് തന്നെ എടുത്തതാ. എപ്പോഴും ഓർക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു. എന്നാലേ ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. വെച്ചോ, ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാലോ. അപ്പൊ നിന്നെ കെട്ടിച്ചാടി രക്ഷിച്ചു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ സത്യമല്ലേ? അതെ, സത്യം തന്നെയാ. എന്ന് കരുതി കണ്ട ഡ്രൈവർമാരോടൊക്കെ കയറി എഴുന്നള്ളിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല. പിന്നെ പൊന്നുനെ കെട്ടിന്ന് രക്ഷിച്ചോ പ്രകാശ എന്ന ആളുകൾ ഇങ്ങോട്ട് കയറി ചോദിക്കാൻ പോവല്ലേ? മണ്ടത്തരം പറയാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മര്യാദക്ക് സ്റ്റാർട്ടാണോ നിനക്ക് നല്ലത്? ഇല്ലെങ്കിൽ ശ്രീധരക്കുറുപ്പിന്റെ സ്വഭാവം നിനക്കറിയാലോ. ഏത് യമണ്ടനാണെങ്കിലും മര്യാദ പഠിപ്പിക്കും ഞാൻ. ഈ പാട്ടവണ്ടി കൊടുത്തിട്ട് പുതിയ തന്നെ വാങ്ങിക്കച്ചാ. പാട്ടവണ്ടിയോ? ഇപ്പോഴും ഇവനൊരു പാച്ചില് പറഞ്ഞാൽ ഒരു എമ്മണ്ടന് ഒപ്പം ഓടി എത്തുകയല്ല, അറിയാവോ? ഈ പടക്കുതിരിക്ക് പ്രായം കുറെ ആയില്ലേ, ഇനി തൂക്കി വെക്കുന്ന നല്ലത്. ഓഹോ, അപ്പൊ നാളെ അച്ഛനെയും തൂക്കി വെക്കണമെന്ന് മോള് പറയൂ. അതിനച്ഛന് പ്രായമായിട്ടില്ലല്ലോ. എന്റെ വലിയേട്ടനാണോന്നോ കൂട്ടുകാരികൾ ഇപ്പഴും ചോദിക്കുന്നതേ. നീ അങ്ങനൊന്നും സോപ്പിടണ്ട. ചെന്ന് അവനെ കൊണ്ട് വിളിക്ക്. എല്ലാ കംപ്ലൈന്റും മാറ്റി ഇന്നല്ല യമണ്ടൻ കണ്ടീഷൻ ആക്കണമെങ്കിൽ ഇതിന്റെ ഏതാണ്ടൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ രൂപ 1200 മാച്ചോണ്ട് പോയത്. വിളിക്കവനെ. ഏട്ടൻ എണീറ്റിട്ടില്ല. അത് ശരി, ഊരയില് വേലടിച്ചിട്ട് എഴുന്നേക്കാറായിട്ടില്ലവന്. എവനെ ഇന്ന് ഞാൻ കഴുതേ എഴുന്നേക്കടാ. എന്ത് തുറക്കമാടാ ഇത്? എടാ പോത്തെ, ഇവന്റെ അമ്മ എവിടെ? ഒരു സാധനം കുറച്ചുകൂടെ പുന്നാരിക്കട്ടെ. വെച്ചതിന്റെ ഗുണം. അതെ, അവനെ വിളിക്കണ്ട, കിടന്നോട്ടെ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നീ ഒറ്റൊരുത്തി അവനെ വളം വെച്ച് കൊടുക്കുന്നു. മറ നിങ്ങൾ കടയിൽ പോവാൻ നോക്ക്. അവൻ വെളുപ്പാങ്കാലത്താ വന്ന് കിടന്നത്. അയ്യോ പാവം. എന്താ വല്ല മോഷണം തുടങ്ങിയോ? ആ പൊന്നു കോളേജിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വെളുപ്പിനെ എത്തുമെന്ന് പൊന്നുന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൊണ്ട് എന്നാക്കാൻ പോയേക്കുമായിരുന്നു. അതിനൊക്കെ അവന് സമയമുണ്ട്. എന്നാൽ കടയിൽ വന്നൊരു കൈസഹായത്തിന് നിൽക്കാൻ പറഞ്ഞാൽ ഒന്ന് തല കാണിച്ചിട്ട് അപ്പ അങ്ങ് മൂങ്ങും. വെറുതെ അല്ല, വല്ലവന്റെ അച്ഛനെ കല്ലുടയ്ക്കും, അവനവന്റെ അച്ഛനെ തവിടിടിക്കില്ലെന്ന് കാരണവന്മാര് പറയുന്നത്. അവനവന്റെ അമ്മയ്ക്കെന്നല്ലേ ചൊല്ല്? അല്ല, ഞാനങ്ങനെയാ കേട്ടിരിക്കണേ. ഓ, അമ്മയ്ക്കായാലും അച്ഛനായാലും കുടുംബത്തിന് പറയാനൊന്നുമില്ലല്ലോ. എടി, അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ നീ? തലയെവിടെ, കാലെവിടെ? ഒറ്റ തൊഴി വെച്ചു കൊടുക്കാണ്ടത്. എടി, ഇവനൊന്നും ഈ ജന്മം നന്നാവില്ല. കാലത്ത് ഇങ്ങനെ പ്രാകാതെ അവൻ നന്നാവും. തിരുപ്പതി ഭഗവാന് 1001 ലഡു നേർന്നിട്ടുണ്ട് ഞാൻ. ആർക്ക്? തിരുപ്പതി ഭഗവാന് 1001 ലഡു. 1001 ലഡു? എടി, പരിസരത്തുള്ള ലോക്കൽ ഭഗവാന്മാരും പോലെ നിനക്ക്. എന്റെ കാശ്. ആ വർക്ക്ഷോപ്പ് വരും. എന്താടി അവന്റെ പേര്? പാതാളം ഷാജി. പാതാളം ഷാജി. അവനെ കൊണ്ട് നന്നാക്കിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് 1200 രൂപ എന്നെ പുന്നാരപ്പൻ എന്റെ വാങ്ങിച്ചിട്ട് പോയത്. അതിനവൻ നന്നാക്കിയെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവച്ചിട്ട് പോയത്. എവിടെ നന്നാക്കി? എന്തിനാണോ എപ്പോഴും കോക്കിയും കുറച്ചും കൊണ്ടിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഡേ, സാറ് പള്ളിയോർക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ പറഞ്ഞേക്ക് മര്യാദയ്ക്ക് നന്നാക്കി കടയിലേക്ക് കൊണ്ടുവരാൻ. അല്ലാതെ പടി ചവിട്ടിയാൽ അവനെയും അവന്റെ മറ്റേ പാതാളത്തിനെ ചവിട്ടി താത്തും ഞാൻ ഒറിജിനൽ പാതാളത്തിലേക്ക്.
എന്താടി അവിടെ? ഞാനല്ല, ഏട്ടൻ കട്ടിലിന്ന് വീണതാ. അല്ലമ്മേ. എന്താടി എന്താ പറ്റി? അത് ഈ സ്വപ്നം കണ്ടതാ. നിനക്കും വെച്ചിട്ടുണ്ട്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാനും പേടിച്ചു പോയമ്മ വീണപ്പോ. കൊണ്ടടം തെണ്ടി അടന്ന് നേരം കേട്ട നേരത്തെ ഒന്ന് കിടന്നിട്ടാ ദുസ്വപ്നങ്ങൾ കാണണേ. ദുസ്വപ്നൊന്നുമല്ല. കുളിച്ചൊന്നും എല്ലാം കഴിക്കുന്നേ. പല്ലിയേക്കണ്ടേ? നീ സ്കൂളിൽ പോവാ? പ്രകാശൻ സാറ് ഇന്നും കിണറ്റി വീണല്ലേ? കിണറ്റിലാ? പൊന്നൂന്ന് വിളിക്കുന്ന ഞാൻ കേട്ടു. അതെ, പൊന്നുച്ചിച്ചോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലേ? പിന്നെന്തിനാ ചെലപ്പൻ ചേട്ടനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് ഞാൻ ഒരുങ്ങിക്കെട്ടി പോയത്? ദേ, മനസ്സിലുള്ളത് ഇനിയും തുറന്നു പറയാണ്ട് ഇങ്ങനെ കിണറ്റി ചാടിയൊന്നും സ്വപ്നം കണ്ടോണ്ട് നടന്നോ? ഒടുക്കം വല്ലവനും വന്ന് കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി ശോകഗാനവും പാടി നടക്കാം. എന്നാ ഞാൻ സത്യം പറയട്ടെ. എന്റെ ഹൃദയത്തിന്റെ പേഴ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സ്വപ്ന ചിത്രം ഞാൻ ഇന്ന് അവളെ തുറന്നു കാണിച്ചു. എന്നിട്ട് ആ സ്വപ്ന ചിത്രം എന്റെ ആൽബത്തിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി. ഈശ്വര, സത്യാണോ ഞാൻ കേൾക്കുന്നേ? സത്യം കൂട്ടാ, ഈ യമണ്ടന്റെ അച്ഛനാണ് സത്യം. എന്നാ എനിക്കൊരു 10 രൂപ തരണം. അതിന് ഏട്ടന്റെ ഇന്നത്തെ പോക്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സക്സസ് ആവാണെങ്കിൽ ഞാനൊരു പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ടായിരുന്നു. പുഷ്പാഞ്ജലിയൊക്കെ നാളെയും കഴിക്കാലോ. ദേ, ഈശ്വരനോട് കടം പറയരുത് കേട്ടോ. നിന്നോട് കടം പറയാലോ. എന്തൊക്കെ കള്ളത്തരടാ നീ കാണിക്കുന്നേ? എന്താ എന്ത് കള്ളത്തരം? വണ്ടി നന്നാക്കാനെന്നും പറഞ്ഞ അച്ഛനോട് രൂപ വാങ്ങിച്ചിട്ട് ഷാജിയോട് നീ കടം പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? പിന്നെ ഇപ്പൊ ഇവിടെ ഏത് കടത്തിന്റെ കാര്യ പറഞ്ഞേ? അത് വേറെ. നീ ക്ലാസ്സിൽ പോയി. അത് എന്താന്നറിയാമ? അമ്മ ഇങ്ങോട്ട് നോക്കിയേ. അത് സത്യം പറ, രൂപ വാങ്ങിട്ട് നീ എന്ത് ചെയ്തു? ഷാജിക്ക് കൊടുത്തു. എന്തു വണ്ടി നന്നായി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. കൊണ്ടുപോയതുപോലെ തന്നെ ഉമ്മർത്തോണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ യമണ്ട കുറിപ്പ് വണ്ടി കൊണ്ടുപോയിട്ടില്ലേ? ഒറ്റ കീറ് വെച്ചെന്നാലുണ്ടല്ലോ. എന്നെ ഓരോന്ന് പറ്റിച്ച് പണം പിടുങ്ങുന്ന പോലെ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചാൽ അറിയാലോ. അമ്മ ഞാനൊന്ന് പറയട്ടെ, അവൻ എന്തോ പുതിയ സ്പെയർ പാർട്സ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കാശ് കൊടുത്തു. എന്നാ മര്യാദക്ക് വണ്ടി നന്നാക്കിച്ച് കടയിലോട്ട് കൊണ്ടിയല്ലേ. ചുണ്ടി എടുത്തിട്ടാ പോയിരിക്കുന്നെ. പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. എടി സത്യമായിട്ട് ഞാൻ കാശ് കൊടുത്താന്ന്. അപ്പൊ 1200 രൂപയ്ക്ക് പാതാളം ശരിക്കും കമഴ്ത്തി കാണും. എന്നാ അവന്റെ കടയില് എന്റെ വക ഒരു ഫോട്ടോയും കൂടി തൂക്കേണ്ടി വരും.